ജനപ്രിയ ബജറ്റുമായി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്. കല്യാശ്ശേരിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി ബ്രാൻഡ് ചെയ്യപ്പെടും. തെയ്യം കലാകാരന്മാർക്ക് അണിയലം വാങ്ങാൻ പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.വി. ശ്രീധരൻ ബജറ്റ് അവതരിപ്പിച്ചു. സമഗ്ര നെൽകൃഷി വികസനത്തിന് 35.64 ലക്ഷം, പച്ചക്കറി കിഴങ്ങുവിള പ്രോത്സാഹനത്തിന് 4 ലക്ഷം, ഉൽപാദന മേഖലയ്ക്ക് 1,14 ലക്ഷം ഉൾപ്പെടെ 1,33 ലക്ഷം രൂപയാണ് ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് നീക്കിവച്ചിട്ടുള്ളത്. ഉൽപാദന ക്ഷീര ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് ഇത്തവണത്തെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. തെയ്യം കലാകാരന്മാർക്ക് തെയ്യച്ചമയങ്ങൾ വാങ്ങി നൽകാൻ 10 ലക്ഷം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കൈപ്പാട് കൃഷി ഉൾപ്പെടെ കാർഷികക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2,59,67,930 രൂപ. ആകെ റവന്യൂ വരവ് 1,23,24,000 രൂപ. ആകെ മൂലധന വരവുകൾ 3,91,81,000 രൂപ. ആകെ വരവുകൾ 11,15,05,000 രൂപ മാത്രം. കല്യാശ്ശേരിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇനി ബ്രാൻഡ് ചെയ്യപ്പെടും. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികളും മത്സ്യമേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷാംഗവും വനിതാ ലീഗ് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ സി സൈനബ അഭിപ്രായപ്പെട്ടു. സൃഷ്ടിക്കുന്ന മേഖലയാണ് യുവജനങ്ങൾ. അതായത് ടാലന്റായിട്ടുള്ള സ്കില്ലുള്ള നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള യുവാക്കൾക്ക് തൊഴിലിടം സൃഷ്ടിക്കാനുള്ള ഒരു യുവജനക്ഷേമത്തിനായുള്ള ഒരു വിഹിതം മാറ്റിവെച്ചതായിട്ട് കണ്ടിട്ടില്ല. 13,74,72,903 രൂപ ആകെ വരവും 10,85,36,36,000 രൂപ ചെലവും 2,89,36,903 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി അധ്യക്ഷത വഹിച്ചു. ടി നിഷ, കെ മോഹനൻ, ടി കെ ദിവാകരൻ, ജി എസ് ആശിഷ്, ടി കെ ദിവാകരൻ, വി വി പ്രീത, താവം ബാലകൃഷ്ണൻ, പി ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.